ഹലോ എവ്രി വൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് പ്രേക്ഷകർ കണ്ണടയ്ക്കുക, ഒരു വ്യക്തിയെ കുറിച്ച് ആലോചിക്കുക. ഓക്കെ, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടുമുട്ടിയതാകാം. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ ആളെ കണ്ടിട്ടില്ലായിരിക്കാം. ആൻഡ് നിങ്ങളുടെ മനസ്സിൽ ഈ ചോദ്യമുണ്ടെങ്കിൽ, ഓക്കെ, ഇനി ഈ വ്യക്തിയെ പ്രേക്ഷകർക്ക് കണ്ടുമുട്ടാൻ പറ്റുമോ എന്ന ചോദ്യം മനസ്സിൽ ചോദിക്കുക. ഓക്കെ, 3 ഗ്രൂപ്പ്സ് ആണ് മുമ്പിൽ വെച്ചിരിക്കുന്നത്. ഒരൊറ്റ കാർഡ്, ഒരൊറ്റ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. സോ ഫസ്റ്റ് ആണ് 2 ഓഫ് പെൻറ്റിക്കിൾസ്, സെക്കൻഡ് ഗ്രൂപ്പ് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്, തേർഡ് ഗ്രൂപ്പ് ലൈറ്റ്. ഈ 3 കാർഡ്സും 3 ഡെക്കിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. സോ ഓരോ ഗ്രൂപ്പും അതായത് ഡെക്കിൽ നിന്നായിരിക്കും നോക്കുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ടുഡേയ്സ് റീഡിംഗ്. ഹലോ ഗ്രൂപ്പ് വൺ ചൂസ് ചെയ്തത് 2 ഓഫ് പെൻറ്റിക്കിൾസ് എന്ന കാർഡാണ്. 2 ഓഫ് പെൻറ്റിക്കിൾസ് ഈ വ്യക്തിയെ നിങ്ങൾ ജീവിതത്തിൽ ചിലപ്പോൾ ദാറ്റ് ഈസ് ജസ്റ്റ് ഒരു പ്രാവശ്യമായിരിക്കും കണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ടാകാം. പക്ഷെ ഇനിയും ഇപ്പോൾ നിങ്ങളുടെ കോണ്ടാക്ട്സ് ആ ആളുമായിട്ടില്ല. ഓക്കെ, ആസ് വെൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഓക്കെ, ആളുമായിട്ട് കണ്ടുമുട്ടണം, അല്ലെങ്കിൽ കണ്ടുമുട്ടുമോ എന്നുള്ള ചോദ്യമാണെങ്കിൽ 2 ഓഫ് പെൻറ്റിക്കിൾസ് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ഓക്കെ, ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ നല്ല റിലേഷൻഷിപ്പ് ആകും എന്ന് ധരിച്ച ഒരു റിലേഷൻഷിപ്പാണ്. ഓക്കെ, ഈ ഒരു വ്യക്തിയുമായിട്ട് ആ റിലേഷൻഷിപ്പ്, ലവ് റിലേഷൻഷിപ്പ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്, ഇതല്ലാതെ വേറെ റിലേഷൻ ഇവിടെ നോക്കുന്നില്ല. ഓക്കെ, സോ ലവ് റിലേഷൻഷിപ്പ് ആസ് വെൽ ആസ് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും, ഒരു പവർ കപ്പിൾ, ഓക്കെ, അതിൻ്റെ ഒരു സാധ്യത ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. ഓക്കെ, റിലേഷൻഷിപ്പ് ഇൻ ദ സെൻസ് നിങ്ങളുടെ ബന്ധം ആ ഒരു ലെവലിൽ പോകാമായിരുന്നു. ഓക്കെ, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് വരണം അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചവരാണ്. ഓക്കെ, ബട്ട് എന്തുകൊണ്ടോ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള ഒരു ബോധവും പ്രേക്ഷകർക്കുണ്ട്. ഓക്കെ, സോ ഇനിയും നമ്മൾ ഡെക്കിൽ നോക്കാൻ പോവുകയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഈ ഒരു വ്യക്തി പ്രേക്ഷകരുടെ മൈൻഡിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, സോ പലപ്പോഴും പ്രേക്ഷകർ ഈ ആളെക്കുറിച്ച് ആലോചിക്കുന്നവരാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലൊരു ബന്ധം തന്നെ ആകാമായിരുന്നു. ഓക്കെ, ആൻഡ് നിങ്ങളിപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് ദാറ്റ് എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടുമുട്ടും ആൻഡ് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് പുതുക്കി എടുക്കാം എന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. മജീഷ്യൻ കാർഡാണ് വന്നത്. ടോട്ടലി ഡിപ്പെൻഡ്സ് അപ്പോൺ യു. ദാറ്റ് ഈസ്, പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ആളെ കണ്ടുമുട്ടണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ആൾ നിങ്ങളുടെ ലൈഫിൽ പിന്നെയും വന്നു ചേരുന്നതാണ്. പക്ഷെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതാണ് ദാറ്റ് വേണ്ട, എനിക്ക് ഈ ആളെ കാണേണ്ട എന്നുണ്ടെങ്കിൽ വരില്ല. ഓക്കെ, ബിക്കോസ് മജീഷ്യൻ കാർഡാണ് വന്നത്. നിങ്ങളുടെ എനർജിയാണ്, നിങ്ങൾ എന്താഗ്രഹിക്കുന്നു, പ്രേക്ഷകർ എന്താഗ്രഹിക്കുന്നു അതനുസരിച്ചായിരിക്കും യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുതരുന്നത്. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നത്. നിങ്ങളുടെ കയ്യിലെ ഒരു ഊർജമാണിത്. ഓക്കെ, നിങ്ങളുടെ പല പ്രേക്ഷകർക്കും സാമ്പത്തിക റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഈ ആൾ വന്നു ചേരുന്നതാണ്. ദാറ്റ് മീൻസ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഒരു സാമ്പത്തിക ഘട്ടത്തിൽ അത് എന്തുമാകാം, നിങ്ങളുടെ ബിസിനസ് ആകാം, അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് സ്ഥലങ്ങളിൽ കണ്ടുമുട്ടുന്നതാകാം, നിങ്ങളുടെ ബിസിനസ് സ്ഥലത്ത് കണ്ടുമുട്ടുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഇൻ്റർവ്യൂ കൊടുക്കാൻ പോകുമ്പോഴോ പ്രോഡക്ട്സിൻ്റെ അല്ലെങ്കിൽ സെയിൽസിന് വേണ്ടി പോകുമ്പോഴും നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടാവുന്നതാണ്. ബട്ട് എഗെയിൻ നിങ്ങളുടെ ആഗ്രഹമാണ്, പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കണ്ടുമുട്ടുന്നതാണ്. 7 ഓഫ് ഫോൺസിൻ്റെ എനർജിയാണ്. 7 ഓഫ് ഫോൺസ് ഇവിടെ പറയുന്നത് പ്രേക്ഷകർ
ഈ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ടോ? ഓക്കെ, അത് ആദ്യം ആലോചിക്കൂ. ബിക്കോസ് മജീഷ്യൻ കാർഡിൽ നിങ്ങൾ ഈ ആളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഈ ആൾ നിങ്ങളുടെ മുമ്പിൽ വന്നാൽ പോലും നിങ്ങൾ ആ റിലേഷൻഷിപ്പിന് വേണ്ടി റെഡി അല്ല എന്നുണ്ടെങ്കിൽ, തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പ് പിന്നെയും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നതാണ്. ഓക്കെ, 7 ഓഫ് വോൺസിൻ്റെ എനർജിയാണ്. എവിടെയോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ആഗ്രഹിക്കുന്നുമില്ല. ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് കാണുന്നത്. ഓക്കെ, സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ആദ്യം അതിനെ ശരിക്കും മനസ്സിലാക്കിയിട്ട് ഒരു ഡിസിഷൻ എടുക്കൂ. ആൻഡ് ദെൻ ആ ഡിസിഷൻ്റെ അനുസരിച്ചായിരിക്കും യൂണിവേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം കൊണ്ടുതരുന്നത്. ഓക്കെ, ഇഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇയാളെ കാണണം, ദെൻ ഡെഫിനറ്റ്ലി ഇയാൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. ചില പ്രേക്ഷകർ ഇയാളെ കണ്ടുമുട്ടുന്നത് ഔട്ട് ഓഫ് യുവർ കൺട്രി അല്ലെങ്കിൽ ഔട്ട് ഓഫ് യുവർ പ്ലേസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ആയിരിക്കും. ഓക്കെ, നിങ്ങളുടെ സ്റ്റേറ്റിലോ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന കൺട്രിയിലല്ലായിരിക്കും നിങ്ങൾ ഇയാളെ കണ്ടുമുട്ടുന്നത്. വെളിയിലെവിടെയെങ്കിലും ആയിരിക്കും, ദാറ്റ് ഈസ് വേറൊരു രാജ്യത്തായിരിക്കും. ഓക്കെ, ചില പ്രേക്ഷകർ ഫ്ലൈറ്റ് വഴി കണ്ടുമുട്ടുന്നതാണ് ഈ ഒരു വ്യക്തിയെ. ഓക്കെ, ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റിയും ലഭിക്കുന്നതാണ് കണ്ടുമുട്ടുമ്പോൾ. ഓക്കെ, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ വളരെയധികം നല്ല ബോണ്ടിങ് നിങ്ങൾക്ക് ഉണ്ടാകും. ഓക്കെ, ബട്ട് ഈ ഒരു ബോണ്ടിങ് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പ്രേക്ഷകരുടെ മനസ്സിലെ പേടി ആസ് വെൽ ആസ് പ്രേക്ഷകരുടെ ഡിസിഷൻ ഫേം ആയിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കണ്ടുമുട്ടലും കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഓക്കെ, ആൻഡ് ദെൻ ഈ ഒരു റിലേഷൻഷിപ്പ് പിന്നെയും വേർപിരിഞ്ഞ് പോകുന്നതാണ്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ദാറ്റ് ആദ്യം പ്രേക്ഷകർക്ക് എന്താണ് വേണ്ടത് അതാണ് ആലോചിക്കേണ്ടത്. ഈ വ്യക്തി നിങ്ങൾ ആ വ്യക്തിക്ക് ഓർമ്മയിരിക്കുന്നുണ്ടോ? നിങ്ങളെ ഈ വ്യക്തി ഓർമ്മിക്കാറുണ്ടോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങൾ ഓർമ്മയുണ്ടോ എന്നുള്ള ചോദ്യമാണ് നോക്കാൻ പോകുന്നത്. കാർഡ്സ് വന്നത് 10 ഓഫ് വോൺസ്, പേജ് ഓഫ് കപ്സ് ആൻഡ് ക്വീൻ ഓഫ് സോഡ്സ് ആണ്. സോ ഇപ്പോൾ ഈ വ്യക്തിക്ക് പ്രേക്ഷകരെ ഓർമ്മയില്ല. ഓക്കെ, ബിക്കോസ് ആളുടെ ലൈഫിൽ ആളുടെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഇപ്പോൾ അയാളുടെ ജീവിതം നന്നാക്കാൻ നോക്കുകയാണ്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ആളിപ്പോൾ നിങ്ങളെ ഓർക്കുന്നില്ല. ഓൾ റൈറ്റ്, പക്ഷേ ആൾ ലോൺലിയാണ്. ഓക്കെ, ആളുടെ ലൈഫിൽ വേറെ ഒരാളില്ല. ഇപ്പം നിങ്ങൾ ഏത് സ്ഥാനമാണ് നോക്കുന്നത്, ഫ്രണ്ട്സ് ആണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ പൊസിഷനിൽ ഒരാളില്ല, ലവർ ആണെങ്കിൽ ലവറുടെ പൊസിഷനിൽ അവരുടെ ലൈഫിൽ ഇപ്പോൾ എന്തായാലും ആരുമില്ല. ഇമോഷണലി ഡെഫിനറ്റ്ലി ആരുമില്ല. ഓക്കെ, സോ ഇഫ് ഐ ടെൽ യു പ്രേക്ഷകർക്ക് ആൾ വേണം ലൈഫിൽ, ഓക്കെ, അല്ലെങ്കിൽ കണ്ടുമുട്ടണം എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് വിഷ്വലൈസിങ്. ഓക്കെ, വിഷ്വലൈസേഷൻ പറയുക, ആളെ ഓർക്കുക. ഓക്കെ, ടെലിപ്പതി ചെയ്യാവുന്നതാണ്, ടെലിപ്പതി മെസ്സേജസ് കൊടുക്കാവുന്നതാണ്, വിസ്പറിങ് ടെക്നീക്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് പെട്ടെന്നായിരിക്കും വർക്ക് ആകുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് ഗ്രൂപ്പ് 1. നിങ്ങളുടെ റീഡിങ് ക്ലെയിം ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ക്ലെയിം ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിങ്സിന് വേണ്ടിയിട്ടുള്ള നമ്പർ, സെയിൽസ് ടീമിൻ്റെ നമ്പർ ആൻഡ് ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. എൻ്റെ മറ്റൊരു ചാനലായ അക്കോർഡിംഗ് ടു ദ ടാരോ, അവിടെ ഡെയിലി മെസ്സേജസ് ഓൾമോസ്റ്റ് എവറി ഡേ ഇടാറുണ്ട്. കണ്ടു നോക്കാവുന്നതാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹലോ ഗ്രൂപ്പ് 2 ചൂസ് ചെയ്തത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. സോ പ്രേക്ഷകർ ആലോചിക്കുന്ന വ്യക്തിയെ ഈ ജീവിതത്തിൽ കണ്ടുമുട്ടുമോ എന്ന് ചോദിക്കുകയാണ്. ഡെഫിനറ്റ്ലി പ്രേക്ഷകർക്ക് ഈ ഒരു വ്യക്തി ഒരു സ്റ്റേബിൾ ഫോം ആയിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് തോന്നിയിരുന്നു ദാറ്റ് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുകയാണെങ്കിൽ വളരെയധികം സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. ഓക്കെ, സെക്യൂരിറ്റിയാണ്. ഓക്കെ, നിങ്ങൾക്ക് സംതൃപ്തിയാണ്, സേഫ് നെറ്റാണ് നിങ്ങൾക്ക് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ആൻഡ് വിചാരിച്ചിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഏറെ അബണ്ടൻസ്, ഏറെ ലക്ഷറി പ്രേക്ഷകരുടെ ജീവിതത്തിൽ വന്നു ചേരും ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എന്നും പ്രേക്ഷകർ ധരിക്കുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ കാർഡ്സ്.
സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലക്ഷറി മണി ഈ ഒരു വ്യക്തിയിൽ നിന്ന് പ്രേക്ഷകർക്ക് ലഭിക്കും എന്നത് പ്രേക്ഷകർക്ക് തോന്നിയിട്ടുണ്ട്. യെസ്, കൂട്ടുകാർ വഴി നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, കൂട്ടുകാർ വഴി നിങ്ങൾ കണ്ടുമുട്ടാനും അല്ലെങ്കിൽ അവരുടെ ത്രൂ ഫോൺ ഓർ ടെക്സ്റ്റ് മെസ്സേജസ് വഴി എവിടെയാണ് ഈ വ്യക്തി ഇപ്പോൾ എന്നറിയാനും പ്രേക്ഷകർക്ക് പറ്റുന്നതാണ്. ആൻഡ് ഈ വ്യക്തി ഏതെങ്കിലും ഒരു റീസൺ വെച്ച് ഓക്കെ പെർട്ടിക്കുലർലി ഫൈനാൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽ ഗെയിൻസിന് വേണ്ടിയിട്ട് നിങ്ങളെ കണ്ടുമുട്ടാവുന്നതാണ്. ഓക്കെ, ഏറെ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ ആ ഒരു വ്യക്തിയുടെ വളരെ നല്ലതാണ്. ഓക്കെ, വളരെ നല്ല സ്റ്റേബിൾ ഫോമിലാണ്, വളരെ ലക്ഷൂറിയസ് ഫോമിലാണ്. ഓക്കെ, നല്ല രീതിയിൽ ഡ്രസ്സപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. സോ അതുകൊണ്ട് തന്നെ ക്ലോത്തിങ് സ്റ്റോഴ്സിൽ ഏറെ കാണപ്പെടുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഓക്കെ, ഈ ഒരു വ്യക്തിക്ക് എന്താണോ കാർഡ്സിൽ പറയുന്നത് അതാണ് ഞാൻ പറയുന്നത്. ഈ ഒരു വ്യക്തിക്ക് ഒരു കുഞ്ഞ് ഉണ്ടാകാം ഇപ്പോൾ. ഓക്കെ, മെയിൽ ഓർ ഫീമെയിൽ. ഓൾറൈറ്റ്. ആൻഡ് ആ ഒരു കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. സോ മൈറ്റ് ബി എ ഫാദർ ഫിഗർ എന്ന് വന്നു. ഓക്കെ, സോ ചില പ്രേക്ഷകർക്ക് ഇതൊരു ഫാദർ ഫിഗറും കൂടിയാണ്. ഓക്കെ, സോ ഓൾറെഡി മാരീഡ് ആയിരിക്കാം ഇപ്പോൾ ഈ ഒരു വ്യക്തി. നിങ്ങൾ കണ്ടുമുട്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകില്ല. ഓക്കെ, ബിക്കോസ് അത് പിരിഞ്ഞു പോകുകയുള്ളൂ. ദാറ്റ് ഈസ്, നിങ്ങൾ കണ്ടുമുട്ടുന്നു ആസ് എ ഫ്രണ്ട് അല്ലെങ്കിൽ ത്രൂ ഫ്രണ്ട്സ് നിങ്ങൾ കണ്ടുമുട്ടുന്നു ആൻഡ് ദാറ്റ്സ് ഇറ്റ്, ഹായ് ബൈ, ആൻഡ് ദെൻ നിങ്ങൾ മാറിപ്പോകുന്നു. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഏതൊക്കെ പ്രേക്ഷകർ ഇതൊരു ലവ് റിലേഷൻഷിപ്പിലാണ് നോക്കുന്നത്, അവർക്ക് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, വഴക്ക് ബഹളങ്ങൾ നടക്കാം. ഓക്കെ, നിങ്ങളുടെ ഫാമിലിയിലായിരിക്കാം, റിലേറ്റീവ്സിൻ്റെ ഇടയിലായിരിക്കാം, ഫ്രണ്ട്സിൻ്റെ ഇടയിലായിരിക്കാം വഴക്കുകൾ നടക്കുന്നതായി കാണുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരാം. ഓക്കെ, ആരെ ചൂസ് ചെയ്യണം, ഈ ആളെ ചൂസ് ചെയ്യണോ അതോ നിങ്ങളുടെ ഫാമിലിയെ ചൂസ് ചെയ്യണോ, ആ ഒരു ഫോമിലാണ് പോകുന്നത്. നിങ്ങൾ തമ്മിൽ, ദാറ്റ് ഈസ് ഈ ഒരു വ്യക്തിയും പ്രേക്ഷകരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഏറെ ആൾക്കാർ ഒത്തുചേരുന്നതാണ്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എനിമീസ് ഉണ്ട്, അതായത് പ്രേക്ഷകർക്ക് എനിമീസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രേക്ഷകർ ആലോചിക്കുന്ന ഈ വ്യക്തിക്കെതിരെ ഏറെ ശത്രുക്കളുണ്ട്. ഓക്കെ, ഇവിടെ പറയുന്നത് പ്രേക്ഷകർ ഒരു കാര്യം ആരോടെങ്കിലും പറയുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കുക. ദാറ്റ് എന്താണ് നിങ്ങൾ പറയുന്നത്, പറയേണ്ടതാണോ പറയുന്നത്. ഓക്കെ, അതൊക്കെ ശ്രദ്ധിക്കേണ്ട ആവശ്യം ഈ ഒരു ഗ്രൂപ്പിലെ മെമ്പേഴ്സിനുണ്ട്. ഓക്കെ, സോ ഇനി നോക്കാൻ പോകുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളെ ഓർമ്മയുണ്ടോ. ഓക്കെ, ഐ വുഡ് സേ ഈ ഒരു വ്യക്തിക്കൊരു ലൈറ്റ് ഓർമ്മയുണ്ട്. ലൈറ്റ് ഓർമ്മ ഇൻ ദ സെൻസ് നല്ല ഓർമ്മയല്ല. ഓക്കെ, പ്രേക്ഷകരെ കുറിച്ച് ഒത്തിരി ആലോചിക്കുന്ന ആ ഒരു ടൈപ്പ് അല്ല, പക്ഷേ എവിടെയോ കണ്ടുമുട്ടിയ ഒരു ഓർമ്മ, ചെറിയൊരു ഓർമ്മ. ഓക്കെ, എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഓക്കെ, ഈ വ്യക്തി കൂടുതലും ഈ വ്യക്തിയിൽ തന്നെ ഫോക്കസ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. ഓക്കെ, ആൻഡ് മെയിൻ ഗോൾ എന്ന് പറയുന്നത് എന്താഗ്രഹിക്കുന്നു അത് നേടിയെടുക്കുക എന്നതാണ്. ഓക്കെ, ആസ് വെൽ ആസ് ഈ വ്യക്തിക്ക് എൽഡർലി പേരൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എൽഡർലി ആയിട്ടുള്ള ആൾക്കാരെ സഹായിക്കുന്ന ഒരു വ്യക്തിയും ആയിരിക്കാം. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ചെറിയൊരു ഓർമ്മ നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തിക്കുണ്ട്, പക്ഷെ അത് വലിയ ഒരു നല്ലൊരു റിലേഷൻഷിപ്പിലുള്ള ഒരു ഓർമ്മയല്ല ഉള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് ഗ്രൂപ്പ് 2ൻ്റെ റീഡിംഗ് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ക്ലെയിം ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിങ്സ് ആവശ്യമുള്ള പ്രേക്ഷകർക്കും സെയിൽസ് ടീമിൻ്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. എൻ്റെ മറ്റൊരു ചാനലായ അക്കോർഡിംഗ് ടു ദ ടാരോ കണ്ടു നോക്കുക. ഡെയിലി മെസ്സേജസ് ഓൾമോസ്റ്റ് എവറി ഡേ ഇടാറുണ്ട്, കണ്ടു നോക്കുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.
ഹലോ ഗ്രൂപ്പ് ത്രീ ചൂസ് ചെയ്ത കാർഡ് ആണ് ലൈറ്റ്. ഈ ഒരു വ്യക്തി ഏത് വ്യക്തിയെക്കുറിച്ചാണോ പ്രേക്ഷകർ ആലോചിക്കുന്നത് അവരുമായിട്ട് കണ്ടുമുട്ടുമെന്ന നല്ല ഹോപ്പ് പ്രേക്ഷകർക്കുണ്ട്. ഓക്കെ, നിങ്ങൾക്കൊരു ആത്മവിശ്വാസമാണ് ദാറ്റ് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടും ആൻഡ് റിലേഷൻഷിപ്പ് മുന്നോട്ട് നല്ല രീതിയിൽ പോകും. ഓക്കെ, സൺറൈസ് ആണ് കാണിക്കുന്നത്. സോ നല്ലൊരു ഭാവി പ്രേക്ഷകർ ഈ ഒരു വ്യക്തിയുമായിട്ട് ആലോചിക്കുന്നുണ്ട്. സോ ലെറ്റ് സീ ദ കാർഡ്സ്. ഗ്രൂപ്പ് ത്രീ പ്രേക്ഷകർ ആലോചിക്കുന്ന ആളുമായിട്ട് ഗ്രൂപ്പ് ത്രീ പിരിഞ്ഞു പോയതായിരിക്കാം. ഓക്കെ, സോ പിരിഞ്ഞിട്ടില്ല, ഓക്കെ, നല്ല ബന്ധമല്ലായിരുന്നു, ജസ്റ്റ് നിങ്ങൾ കണ്ടതാണ് എന്നതാണെങ്കിൽ ഗ്രൂപ്പ് ത്രീ നിങ്ങൾക്കുള്ളതല്ല. ഗ്രൂപ്പ് ത്രീയിലെ മെമ്പേഴ്സ് ഈ ഒരു വ്യക്തിയെ നല്ലപോലെ അറിയുന്നതായിരുന്നു. ഓക്കെ, നിങ്ങൾ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഇല്ലാതായതാണ്. ഓക്കെ, അത് വഴക്ക്, ബഹളം, ചീറ്റിംഗ്, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഏതു രീതിയിലായിക്കോട്ടെ, ഈ ഒരു ബന്ധം അകന്നു പോയ ഒരു ബന്ധമാണ്. ഓക്കെ, സോ ഈ ഒരു ബന്ധം അകന്നു പോയതുകൊണ്ട് തന്നെ ഇത് തിരിച്ചു വരണം എന്നും ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറണമെന്നും പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ബട്ട് ഐ ഫീൽ ഈ ഒരു വ്യക്തിക്ക് ആ ഒരു ആഗ്രഹമില്ല. ഓക്കെ, പ്രേക്ഷകർക്ക് ആഗ്രഹം ഉണ്ടാവും, ബട്ട് ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിൻ്റെ ആഗ്രഹം കാണുന്നില്ല. ഓക്കെ, റിക്കഗ്നിഷൻ ആൻഡ് റിവാർഡ് ആണ്. ഓക്കെ, ഇയാൾ വളരെയധികം പേര് കേട്ട ഒരാളാണ്. ഓക്കെ, വലിയൊരു രീതിയിലല്ലായിരിക്കാം, പക്ഷെ കമ്പനി വൈസിലായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം ജോലി ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കാം നല്ലൊരു സൽപ്പേര് ഏറ്റെടുത്തിട്ടുണ്ട്. ഓക്കെ, ബേസ് ചക്രയാണ് കാണിക്കുന്നത്. പ്രേക്ഷകർക്ക് എവിടെയോ ഒരു ഇൻസെക്യൂരിറ്റിയും കൂടി ഉണ്ട്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയില്ലെങ്കിൽ എന്താകും എന്നുള്ള ഒരു ഇൻസെക്യൂരിറ്റി പ്രേക്ഷകർക്കുണ്ട്. ഇവിടെ പ്രേക്ഷകരോട് പറയുന്നത് ദാറ്റ് നിങ്ങളുടെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് റൂട്ട് ചക്രയാണ്. നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് മാറ്റുക, ഇൻസെക്യൂരിറ്റീസിൽ വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഏറെ പേഷ്യൻസ് വേണ്ട ആവശ്യമാണ്. പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് ദാറ്റ് ഈ ആളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പേഷ്യൻസ് ഏറെ വേണം. അതുപോലെ തന്നെ പ്ലാനിങ്ങും വേണം. ദാറ്റ് ഈസ് നിങ്ങൾ പ്രേക്ഷകർ ആ വ്യക്തിയുമായിട്ട് സംസാരിക്കാൻ റെഡി ആയിരിക്കണം. പ്രേക്ഷകർ മുന്നേറ്റമെടുത്ത് ആളെ വിളിക്കുക, സംസാരിക്കുക എന്നതാണ് പറയുന്നത്. പ്രേക്ഷകർ 1111 എന്ന നമ്പർ കാണുന്നുണ്ടാകാം, അല്ലെങ്കിൽ 11 എന്ന നമ്പർ കാണുന്നുണ്ടാകാം. ഓക്കെ, സോ ദാറ്റ് മീൻസ് നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ഒരു ടൈമിൽ 1111 എപ്പോൾ കാണുന്നു അന്നേരം പറയുക, അഫർമേഷൻസ് പറയുക. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ് പ്രേക്ഷകരുടെ ഏറെ അവെയർനെസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെ കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലായിരുന്നു അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് കഴിഞ്ഞ് കുറച്ച് നാളുകളിലുള്ളിൽ പ്രേക്ഷകർക്ക് ഒരു ടിപ്പിക്കൽ മാനിഫെസ്റ്റേഷൻ ടെക്നീക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഏത് ടെക്നിക്ക് യൂസ് ചെയ്താൽ പ്രേക്ഷകരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കും. ഓക്കെ, ആ ഒരു രീതിയിലാണ് പ്രേക്ഷകർ വളർന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രേക്ഷകരാണ് സ്റ്റെപ്പ് ആദ്യം എടുക്കേണ്ടത്. ചോയ്സസ് പ്രേക്ഷകരുടെ കയ്യിലാണ്. പ്രേക്ഷകർ എങ്ങനെ വിചാരിക്കുന്നു, പ്രേക്ഷകർ എന്ത് ആഗ്രഹിക്കുന്നു, അതിൻ്റെ അനുസരിച്ചായിരിക്കും പ്രേക്ഷകർക്ക് റിസൾട്ട് കിട്ടുന്നത്. ഈ ഗ്രൂപ്പിലെ പ്രേക്ഷകർക്കും ടെലിപ്പത്തി യൂസ് ചെയ്യാവുന്നതാണ്. ടെലിപ്പത്തി പ്രോസസ്സ് യൂസ് ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ അടുത്ത് നിങ്ങളുടെ മെസ്സേജസ് എത്തിക്കാവുന്നതാണ്. സ്പിരിച്വൽ ടീം പ്രേക്ഷകരുടെ വളരെ സ്ട്രോങ് ആണ്. സോ ഈ ഗ്രൂപ്പുള്ള ദാറ്റ് ഈസ് തേർഡ് ഗ്രൂപ്പ് ചൂസ് ചെയ്ത പ്രേക്ഷകർ സ്പിരിച്വൽ ഹീലേഴ്സ് ആയിരിക്കാം, ടാരോ കാർഡ് റീഡേഴ്സ് ആയിരിക്കാം, റീക്കി മാസ്റ്റേഴ്സ് ആയിരിക്കാം, എനർജി ഹീലേഴ്സ് ആയിരിക്കാം, ലൈഫ് കോച്ചസ് ആയിരിക്കാം. ഓക്കെ, ആൻഡ് നിങ്ങൾ ഹീലേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്പിരിച്വൽ ടീം വളരെ സ്ട്രോങ് ആണ്. സോ മാനിഫെസ്റ്റേഷൻ ടെക്നീക്സ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത പ്രേക്ഷകർക്ക് വാട്ട് യു ക്യാൻ ഡു ഈസ് നിങ്ങളുടെ സ്പിരിച്വൽ ടീമിനെ വിളിക്കാവുന്നതാണ്. ടീമിനോട് നിങ്ങളുടെ കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ് ആൻഡ് അത് പൂർത്തീകരിക്കപ്പെടുന്നതാണ്. ഓക്കെ, 99 എന്ന നമ്പറും പ്രേക്ഷകർ കാണുന്നുണ്ടാകാം. ഇനി നോക്കാൻ പോകുന്നത്
ഈ ഒരു വ്യക്തിക്ക് പ്രേക്ഷകരെ ഓർമ്മയുണ്ടോ എന്നതാണ്. യെസ്, ഈ വ്യക്തിക്ക് നിങ്ങളെ നല്ലപോലെ ഓർമ്മയുണ്ട്. സ്വന്തം ഹീലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെൽഫ് വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. 33 എന്ന നമ്പർ ഈ ഒരു വ്യക്തിയും പ്രേക്ഷകരും കാണുന്നുണ്ടാകാം. ഹോപ്പ് എന്ന കാർഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഹോപ്പ് എന്ന കാർഡ് തന്നെയാണ് സെൻറ്ററിൽ വന്നത്. ദാറ്റ് മീൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റീയൂണിയൻ ഉണ്ടാകാൻ ഹൈ ചാൻസസ് ആണ്. നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ പ്രേക്ഷകർ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളുടെ ഈ റീയൂണിയൻ നിങ്ങൾക്ക് ഒത്തുചേർക്കാവുന്നതാണ്. യെസ്, നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഹാർട്ട് ബ്രേക്ക് നടന്ന സംഭവങ്ങൾ എല്ലാം തന്നെ ഓർമ്മയുണ്ട്. ഓക്കെ, സോ യെസ്, പക്ഷെ ഒരു ഈഗോ ഇഷ്യൂസും കാണുന്നുണ്ട്. സ്വയമേ വന്ന് നിങ്ങളോട് മാപ്പ് ചോദിക്കുന്ന ഒരു വ്യക്തി അല്ലായിരിക്കും. ഓക്കെ, ആൻഡ് സ്വയമേ നിങ്ങളെ കോൾ ചെയ്ത് സംസാരിക്കുന്ന വ്യക്തിയും അല്ല. ഓക്കെ, സോ പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ട് ഈ വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണം. ഓക്കെ ഗായ്സ്, സോ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് റെസനേറ്റ് ആകുകയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ക്ലെയിം ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിംഗ്സിന് വേണ്ടിയുള്ള നമ്പർ, സെയിൽസ് ടീമിൻ്റെ നമ്പർ, ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. എൻ്റെ മറ്റൊരു ചാനലായ അക്കോർഡിംഗ് ടു ദ ടാരോ, എവിടെ ഡെയിലി മെസ്സേജസ് ഓൾമോസ്റ്റ് എവറി ഡേ ഇടാറുണ്ട്. കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ കൈൻഡ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.